Hello my dear students, welcome to our channel Multimedia of Science. Okay, ഇന്ന് ഞാൻ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആദ്യത്തെ സെക്ഷൻസ് കുറച്ച് ഭാഗങ്ങൾ എറേഴ്സ്, അതേപോലെ ലീസ്റ്റ് കൗണ്ട് എറർ, ആബ്സലൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെൻറ്റേജ് എറർ, ആ ഭാഗമാണ് പറയുന്നത്. അപ്പോൾ ടെക്സ്റ്റിൽ വളരെയധികം കൂടുതലായിട്ട് ഉണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ഒന്ന് വായിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം എറർ എന്താണെന്നുള്ളത് ഒന്ന് പറയാം. വാട്ട് യു മീൻ ബൈ എറർ? എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഷർമെൻറ്റിൽ നമ്മൾ ഏതെങ്കിലും ഒരു മെഷറിങ് ഇൻസ്ട്രുമെൻ്റ് വെച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്ന മെഷറിൽ വരുന്ന ഒരു അൺസർട്ടനിറ്റി, അതിനെയാണ് നമ്മൾ എറർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എറർ ഈസ് ആൻ അൺസർട്ടനിറ്റി ഇൻ എനി മെഷർമെൻറ്റ്. ഓക്കെ, ഇനി പിന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ കാണുന്ന രണ്ട് വാക്കുകളുണ്ട്. അതാണ് ആക്യുറസി ആൻഡ് പ്രിസിഷൻ. വാട്ട് യു മീൻ ബൈ ആക്യുറസി? ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഹൗ ക്ലോസ് ദ മെഷേർഡ് വാല്യൂ ടു ദ ട്രൂ വാല്യൂ. അതായത് ഇപ്പോൾ നമുക്ക് ശരിക്കും ഒരു വാല്യൂ ഉണ്ട്, ശരിയായിട്ടുള്ള ഒരു ട്രൂ വാല്യൂ ഉണ്ട്. അതിനോട് നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എത്രത്തോളം അതിനോട് സാമ്യമുണ്ട്, അതിനെയാണ് ആ ഒരു ക്ലോസർ, അതിനെ ഉദ്ദേശിക്കുന്നതാണ് ആക്യുറസി എന്ന് പറയുന്ന ടേം. അപ്പോൾ രണ്ടാമത് നമ്മൾ അതിൽ പഠിക്കുന്നത് ആക്യുറസിയാണ്. ആക്യുറസി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഹൗ ക്ലോസ് ദ മെഷേർഡ് വാല്യൂ ടു ദ ട്രൂ വാല്യൂ. നമ്മൾ മെഷർ ചെയ്തിട്ടുള്ള വാല്യൂ എത്രത്തോളം ട്രൂ വാല്യൂവിനോട് ക്ലോസറാണ്, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേർഡാണ് ആക്യുറസി. ഓക്കെ, മൂന്നാമത്തെയാണ് പ്രിസിഷൻ. പ്രിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഓർ ഡിവൈസ്, അതിൻ്റെ റെസൊല്യൂഷൻ, അതിനായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഒരു വാക്കാണ് പ്രിസിഷൻ. സോ തേർഡ് വേർഡ് ഈസ് പ്രിസിഷൻ. Precision എന്ന് പറഞ്ഞാൽ it is about what resolution or limit the quantity is measured. So it tells what resolution or limit. ഇതെല്ലാം ടെക്സ്റ്റിലുള്ള സെൻറ്റൻസ് തന്നെയാണ്, ചെറിയ നോട്ടായി തരുന്നതെന്ന് മാത്രം. The quantity is measured. ഇതൊരു എക്സാമ്പിൾ വെച്ച് പറയാം. അതായത് ഇപ്പോൾ ഒരു വാല്യൂ നമുക്കൊരു മെഷർ ചെയ്തിട്ട് കിട്ടിയ ഒരു വാല്യൂ ആണ് 3.678. ടെക്സ്റ്റിലുള്ള അതേ എക്സാമ്പിൾ തന്നെയാണ്. ഇതിൽ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി, 3.5ഉം 3.38ഉം. ഈ വാല്യൂവിൽ ഏതാണ് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ളത്, ഏതാണ് കൂടുതൽ പ്രിസൈസ് ആയിട്ടുള്ളത്, അതായത് ആക്യുറസിയും പ്രിസിഷനും ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കാം. അപ്പോൾ നോക്കുക, 3.678 അതിനോട് കൂടുതൽ ക്ലോസർ ആയിട്ടുള്ള വാല്യൂ 3.5 അല്ലേ, 3.38നെക്കാട്ടിയും. അതുകൊണ്ട് ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, കൂടുതൽ ആക്യുറേറ്റ് ആണ്. സോ മോർ ആക്യുറേറ്റ്, മനസ്സിലായി വിചാരിക്കും, മോർ ആക്യുറേറ്റ് ആണ്. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 3.5 നമുക്ക് കിട്ടിയത് 0.1 സെൻറ്റിമീറ്റർ റെസൊല്യൂഷൻ വരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് എടുത്ത് ഉപയോഗിച്ചപ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്നത് 0.1 സെൻറ്റിമീറ്റർ റെസൊല്യൂഷനുള്ള ഇൻസ്ട്രുമെൻ്റാണ്. ഇവിടെയാണെങ്കിലോ 0.01 സെൻറ്റിമീറ്റർ റെസൊല്യൂഷനുള്ള ഇൻസ്ട്രുമെൻ്റാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൂടുതൽ ആക്യുറേറ്റ് ആയത് ഇതിനോട് ക്ലോസർ ആയതുകൊണ്ടാണ്. ഇനി പ്രിസിഷൻ, അതിനെക്കുറിച്ച് പറയണം. അപ്പോൾ പ്രിസിഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിനെ വെച്ച് വേണം നോക്കാൻ. അപ്പോൾ നോക്കൂ, 0.1 ആൻഡ് 0.01. അപ്പോൾ 0.1 ആയിരിക്കുമ്പോൾ അതെന്ത് വരുന്നു, പ്രിസിഷൻ കുറയുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതെന്താണ്, ലെസ് പ്രിസിഷനാണ്. ഓക്കെ, ഇനി ഇപ്പുറത്ത് നോക്കൂ, ഇത് ലെസ് ആക്യുറേറ്റ് ആണ്, 3.6, 3.3. അപ്പോൾ ആക്യുറസി എന്താണ്, വളരെയധികം കുറവാണ്. പക്ഷേ ഇതെന്താണ്, മോർ പ്രിസൈസ് ആണ്, പ്രിസിഷൻ ഇതിന് കൂടുതലാണ്. ഇതാണ് ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇത്രയാണ് ആക്യുറസി പ്രിസിഷൻ പറ്റിയിട്ട്
ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി എറേഴ്സ് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എറേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെ? റാൻഡം എറേഴ്സ് ഉണ്ട്, സിസ്റ്റമാറ്റിക് എറേഴ്സ് ഉണ്ട്. റാൻഡം എറേഴ്സ് ആൻഡ് സിസ്റ്റമാറ്റിക് എറേഴ്സ്. ഇനി റാൻഡം എറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറഗുലർ ആയിട്ട് ഒക്കർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ എങ്ങനെയാണ് റാൻഡം എറേഴ്സ് ഉണ്ടാകുന്നത്? അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിൽ, അതായത് എന്തെങ്കിലും തരത്തിൽ വോൾട്ടേജിന് ചേഞ്ച് വരിക, അങ്ങനെ നമ്മുടെ ആ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ എന്തെങ്കിലും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വരുമ്പോൾ അതെല്ലാം റാൻഡം എറേഴ്സിലാണ് വരിക. ഓക്കെ, അപ്പോൾ അൺപ്രഡിക്റ്റബിൾ ചേഞ്ചസ് ടെക്സ്റ്റിൽ അതിന് എക്സാമ്പിൾസ് കൊടുക്കുന്നുണ്ട്. ദെൻ സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുമ്പോൾ അതിൽ 3 തരത്തിൽ സിസ്റ്റമാറ്റിക് എറേഴ്സ് വരാം. ഒന്ന് പേഴ്സണൽ എറേഴ്സ്, നമ്മൾ ചെയ്യുന്നതിലുണ്ടാവുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് കാരണം കൊണ്ട് എറേഴ്സ് സംഭവിക്കാം. ഓക്കെ, അപ്പോൾ പേഴ്സണൽ എറേഴ്സ് വരുന്നുണ്ട്. രണ്ടാമത്തെ, നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിനെ ബേസ് ചെയ്ത് ഇൻസ്ട്രുമെൻ്റ് ഒരു പക്ഷേ തെറ്റായിട്ടുള്ള വിവരം തരാം, അപ്പോൾ എറർ സംഭവിക്കാം. സോ ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് വരുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ, ഇംപെർഫെക്ഷൻ ഇൻ എക്സ്പെരിമെൻ്റൽ ടെക്നിക് ഓർ പ്രൊസീജിയർ. ചെയ്യുന്ന പ്രൊസീജിയറിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇംപെർഫെക്ഷൻ വന്നാലും സിസ്റ്റമാറ്റിക് എറേഴ്സ് സംഭവിക്കാം. സോ ഇംപെർഫെക്ഷൻ ഇൻ ദ എക്സ്പെരിമെൻ്റൽ ടെക്നിക്. ഓക്കെ, 3 കാരണങ്ങളാണ് സിസ്റ്റമാറ്റിക് എറേഴ്സിനായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോണത് വേറൊരു ടേമാണ് ലീസ്റ്റ് കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ സെക്ഷൻ പറയുന്ന എറേഴ്സ് എന്താണ്, അൺസർട്ടനിറ്റി ആണ്, ആക്യുറസി എന്താണ്, എങ്ങനെയാണ് ക്ലോസർ ആയിട്ടുള്ള ട്രൂ വാല്യൂനോട് ഇത് പറയുന്നു, പ്രിസിഷൻ എന്താണ് പറയുന്നത്, എത്രത്തോളം ആ ഒരു ഇൻസ്ട്രുമെൻ്റ് റെസൊല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് പ്രിസിഷൻ. പിന്നെ എറേഴ്സ് 2 ടൈപ്പ്, അതിനെപ്പറ്റി പറഞ്ഞു, ഇതിനൊരു എക്സാമ്പിളും കണ്ടു. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ലീസ്റ്റ് കൗണ്ടാണ്. ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള വാല്യൂ, അതിനെയാണ് ലീസ്റ്റ് കൗണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ലീസ്റ്റ് കൗണ്ട് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് വാല്യൂ that can measure by an instrument. ഓക്കെ, ഇനി എന്താണ് ലീസ്റ്റ് കൗണ്ട് എറർ? ഓക്കെ, അതിനൊരു എറർ ഉണ്ട്. എന്താണ് ലീസ്റ്റ് കൗണ്ട് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അസോസിയേറ്റ് വിത്ത് ദ റെസൊല്യൂഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു പ്രിസിഷൻ, അതേപോലെ റെസൊല്യൂഷൻ, ഒരു ഇൻസ്ട്രുമെൻ്റ് റെസൊല്യൂഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്ത്? ലീസ്റ്റ് കൗണ്ട് എറർ. ഓക്കെ, സോ ലീസ്റ്റ് കൗണ്ട് എറർ ഈസ് മോർ associated with the resolution of that instrument. ഇപ്പോൾ ഇതിന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റിൽ തന്നെ 2 എക്സാമ്പിളാണ് കൊടുക്കുന്നത്. ഒന്ന് വെർണിയൽ കാലിബറിൻ്റെ കേസാണ്, പിന്നെ സ്പീറോമീറ്ററാണ്. വെർണിയൽ കാലിബറിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.01 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് നോക്കാം. വെർണിയൽ കാലിബർ, അതിൻ്റെ 0.01 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, ദെൻ സ്പീറോമീറ്റർ, അതിൻ്റെ 0.001 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഈ 2 എക്സാമ്പിളുകളാണ് ടെക്സ്റ്റിൽ തരുന്നത്. ഇനി നമ്മൾ ഹൈ പ്രിസിഷൻ ഉള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓക്കെ, ലീസ്റ്റ് കൗണ്ട് എറർ ചെറുതായിരിക്കും. ഓക്കെ, അതും ഇതിൽ വരുന്ന ഒരു പോയിൻ്റാണ്. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യണത് 3 എറേഴ്സാണ്. അതായത് ആബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ ആൻഡ് പെർസെൻറ്റൈൽ എറർ. അപ്പോൾ 3 തരത്തിലുണ്ട്. എന്താണെന്ന് നോക്കാം. ആബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ ആൻഡ് ലാസ്റ്റ് വൺ പെർസെൻറ്റൈൽ എറർ.
ഇപ്പോൾ ഇതിന് ടെക്സ്റ്റിൽ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അതിനെക്കാട്ടിയും കുറച്ചും കൂടി ഈസി ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം, എങ്ങനെയാണ് അത് ഓരോന്നും കണ്ടുപിടിക്കണേ എന്നുള്ളത്. ആബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കുറേ വാല്യൂസ് ഉണ്ട്, അതായത് നമ്മൾ മെഷർ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ കുറേ വാല്യൂസ്, ഇപ്പോൾ ഒരു 5 എണ്ണാണെന്ന് വിചാരിക്കും. 5 നമ്മൾ ഒരേ സംഭവം തന്നെ നമ്മൾ സിമ്പിളായിട്ട് വിചാരിക്കുക, സ്കെയിൽ എടുത്ത് മെഷർ ചെയ്യണോ, അപ്പോൾ നമുക്ക് പല വാല്യൂസ് കിട്ടും പല നേരത്ത്. അപ്പോൾ പല സമയങ്ങളിൽ പല വാല്യൂസ് കിട്ടുമ്പോൾ എല്ലാത്തിൻ്റെയും ആവറേജ് വെച്ചിട്ട് നമുക്ക് എന്ത് വേണം, കറക്റ്റായിട്ട് ഒരു വാല്യൂ വേണം. അപ്പോൾ അതിൽ ആബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള പല വാല്യൂസ്, അതായത് ഇപ്പോൾ അതിനെ A1 A2 A3 അങ്ങനെ എടുക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു 5 പ്രാവശ്യമാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് A4 A5. ഓക്കെ, ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് ആബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെൻറ്റൈൽ എറർ, ഓക്കെ, ടെക്സ്റ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം അത് പോയി ചെയ്ത് നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ n എത്രയാണ് വരുന്നത്, 5 ആണ്, മനസ്സിലായില്ലേ? അപ്പോൾ എ മീൻ ആദ്യം തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതായത് ഇതെല്ലാം കൂടി എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതിനുശേഷം ഡിവൈഡഡ് ബൈ 5 ചെയ്യണം. ഇപ്പോൾ ഇവിടെ 6 എണ്ണമാണ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് വേണം, ആ 6 എണ്ണവും തമ്മിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എന്നിട്ട് ഡിവൈഡഡ് ബൈ 6 ചെയ്യണം, മനസ്സിലായില്ലേ? അപ്പോൾ അതേപോലെ A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A4 പ്ലസ് A5 ഡിവൈഡഡ് ബൈ 5. ഇപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് എന്ത്, എ മീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ എ മീനാണ് എന്ത്, നമ്മുടെ ആബ്സല്യൂട്ട് എറർ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് റിലേറ്റീവ് എററാണ്. അപ്പോൾ നമുക്ക് എ മീനിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് റിലേറ്റീവ് എററിലേക്ക് പോവാം. റിലേറ്റീവ് എറർ കാണണമെങ്കിൽ തീർച്ചയായിട്ടും എ മീൻ നമുക്കറിയണം. അതിനുശേഷം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഓരോ വാല്യൂസിൽ നിന്നും, അതായത് ആദ്യത്തെ A1 അതിൽ നിന്ന് എ മീൻ മൈനസ് ചെയ്യണം. അതേപോലെ A2വിൽ നിന്ന് എ മീൻ മൈനസ് ചെയ്യാം, A3യിൽ നിന്ന്, A4ൽ നിന്ന്, A5ൽ നിന്ന്, എല്ലാത്തിൽ നിന്നും എ മീൻ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ A1 A2 ഡെൽറ്റ A3 A4 A5 ഇപ്പോൾ ഇങ്ങനെയുള്ള വാല്യൂസ് നമുക്ക് കിട്ടി. ഇതാണ് ഓക്കെ നമുക്ക് ലാസ്റ്റ് ഇവിടെ നിന്ന് കിട്ടിയത്. ഇനി എന്താണ് റിലേറ്റീവ് എറർ കാണാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഈ വാല്യൂസ് എല്ലാം തമ്മിൽ ആഡ് ചെയ്യാം, വീണ്ടും എഗെയിൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഡെൽറ്റ എ മീൻ. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയത് എ മീൻ ആണെങ്കിൽ ഇനി നമുക്ക് ഡെൽറ്റ എ മീനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് ആബ്സല്യൂട്ട് എററിനെ പറ്റിയിട്ടാണ് ഈ വശം. ഓക്കെ, ഇപ്പോൾ എ മീൻ കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യണം, ഡെൽറ്റ എ മീൻ കണ്ടുപിടിക്കാൻ ഈ വാല്യൂസിൽ തമ്മിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നമുക്ക് 5 കൊണ്ട്, ഇപ്പോൾ 6 എണ്ണം ഉണ്ടായിരുന്നുവെങ്കിൽ 6 കൊണ്ട് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ 5 ചെയ്യണം. ഇപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഡെൽറ്റ എ മീൻ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്, റിലേറ്റീവ് എറർ ആണ്. ഓക്കെ, ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എ മീൻ കണ്ടുപിടിച്ചു, അത് ആബ്സല്യൂട്ട് എററാന്ന് പറഞ്ഞു. റിലേറ്റീവ് എറർ പക്ഷെ അങ്ങനെയല്ല. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെൽറ്റ എ മീൻ ഡിവൈഡഡ് ബൈ എ മീൻ ആണ്. ഓക്കെ, ഇതിനെയാണ് റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. ഓക്കെ, ഡെൽറ്റ എ മീൻ ഡിവൈഡഡ് ബൈ എ മീൻ. ഇനി നമുക്ക് വേണ്ടത് പെർസെൻറ്റേജ് എററാണ്. ഓക്കെ, അത് വളരെ സിമ്പിളാണ്. ഇപ്പം കിട്ടിയിട്ടുള്ള റിലേറ്റീവ് എററിൻ്റെ മൾട്ടിപ്പിൾ ബൈ 100. ഓക്കെ ഓക്കെ സോ ഡെൽറ്റ എ മീൻ ഡിവൈഡഡ് ബൈ എ മീൻ ഇൻറ്റു 100. ഓക്കെ, ദിസ് ഈസ് ദ വാല്യൂ ഫോർ പെർസെൻറ്റൈൽ എറർ. ഓക്കെ, ഇനി ഞാൻ ഒരു 2 എക്സാമ്പിൾ പറയാം. അതായത് എങ്ങനെയാണ് ഈ ആബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിൽ വരുന്ന ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകളുണ്ട്. അത് പറഞ്ഞിട്ട് കടക്കാം, എക്സാമ്പിളിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റിലുള്ളതാണ്, ഒന്നുകൂടി എഴുതാമെന്ന് മാത്രം. When the two quantities are added or subtracted, the absolute error
in the final result. Absolute error in the final result is the sum of absolute errors of individual quantities. Okay. ഇനി ഇതേപോലെ തന്നെ അടുത്തൊരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എന്താണ് ചെയ്തത്, ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. നമ്മൾ രണ്ട് ക്വാണ്ടിറ്റീസിനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വൽ ക്വാണ്ടിറ്റീസിൻ്റെ ആബ്സല്യൂട്ട് എററുകൾ തമ്മിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു, ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു. അതാണ് ഈ ആദ്യത്തേൽ പറയുന്നത്. ഇനി രണ്ടാമത്തേൽ ഇതേപോലെ തന്നെ യാതൊരു മാറ്റമില്ല. ബട്ട് ഇവിടെ എന്താണ്, മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് റിലേറ്റീവ് എററിനെയാണ്. ഓക്കെ, റിലേറ്റീവ് എറർ ഈസ് the final result of the sum of relative error of individual quantities. Okay, sum of relative error of individual quantity. ഇവിടെ ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക ഓർ ഡിവൈഡ് ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡ് ചെയ്യുക ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്തിനാണ്, റിലേറ്റീവ് എററിനെയാണ്. ആഡ് ചെയ്യുക അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുക ചെയ്യുന്ന സമയത്ത് നമ്മൾ ആബ്സല്യൂട്ട് എററിനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ആ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇത് വെച്ചിട്ടുള്ള എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഇപ്പോൾ 20 ± ടെക്സ്റ്റിൽ ഡയറക്റ്റ് കൊടുത്തിട്ടുള്ളതാണ്. എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാമെന്ന് മാത്രം. ഓക്കെ, ഇതിന് നമ്മൾ എ ആയിട്ട് എടുത്തു. ഇതിൽ നിന്ന് 50 ± 0.5. ഓക്കെ, രണ്ട് ടെമ്പറേച്ചറുകളാണ്. അത് ഈ ഒരു ഫോമിലാണ് തന്നിട്ടുള്ളത്. T1 T2 ടെമ്പറേച്ചറുകളാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിൽ നിന്ന് T2 - T1 നമുക്ക് ചെയ്യണം എന്ന് വിചാരിക്കുക. എങ്ങനെയാണ് T2 - T1 ചെയ്യുന്നത്? ഇപ്പോൾ ഇവിടെ എന്താണ് നമ്മളൊരു കൺസെപ്റ്റ് ഇവിടെ പഠിച്ചത്, then the two quantities are added or subtracted. യെസ്, ഇവിടെ എന്താണ് ചെയ്യുന്നത്, സബ്സ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ചെയ്യാറുള്ളത്, ആബ്സല്യൂട്ട് എററുകൾ തമ്മിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ച് നോക്കുക, ഒന്നുകൂടി നോക്കാം. 50 ± 0.5 മൈനസ് 20 ± 0.5. ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ബട്ട് ദ ആബ്സല്യൂട്ട് എറർ, ഓക്കെ, ദിസ് ഗെറ്റ് ടു ബി ആഡഡ്. ഓക്കെ, സോ 30 ± 0.5 plus 0.5 1. Okay, this is the answer for the temperature. Another temperature ആയിട്ടാണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് I = V/R ഇക്വേഷൻ അറിയാം. അതുവഴി നമുക്ക് കണ്ടുപിടിക്കാൻ പോവാണ്. ഇപ്പോൾ വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട്, അതേപോലെ ആംപിയർ കറണ്ടും തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും നോക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 100 ± 5 വോൾട്ട് ആൻഡ് ദ 10 ± 0.2 ആംപിയർ. സോ I = V/R. ഹിയർ R = V/I. അപ്പോൾ നമുക്ക് ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്താലാണ് റെസിസ്റ്റൻസ് കിട്ടുക എന്നറിയാം. ഓക്കെ, അപ്പോൾ ഇതിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്, മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റിലേറ്റീവ് എററാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, റിലേറ്റീവ് എററുകൾ ആഡ് ചെയ്യണം. സോ റിലേറ്റീവ് എറർ എങ്ങനെയാണ് എഴുതുക, റിലേറ്റീവ് എറർ ഈ ഒരു കേസിൽ 5/100. മനസ്സിലായോ? ഇവിടെയാണെങ്കിലോ 0.2/10. ഇനി ഇത് തമ്മിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, ചെയ്യാം. 5/100 പ്ലസ് ഇതെങ്ങനെ എഴുതാം, 2/100. സോ ഇറ്റ് ഈസ് 7/100. ഓക്കെ, ഇതാണ് എന്ത് വരിക, റിലേറ്റീവ് എറർ. ഇഫ് ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് പെർസെൻറ്റേജ് എറർ ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ എന്ത് വേണം, 7/100 × 100. ഓക്കെ, × 100 ചെയ്യണം. അപ്പോൾ നമുക്ക് 7 എന്ന ആൻസർ വരും, 7%. ഓക്കെ, ഇത് ഡയറക്റ്റ്ലി ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അത് മനസ്സിലാവും. ഓക്കെ, ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്കാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. അതിൻ്റെ റൂൾസ് മാത്രം പറയാം. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അതിൽ നമ്മൾ കുറച്ച് റൂൾസ് പാലിക്കേണ്ടതുണ്ട്. അതായത് എങ്ങനെയൊക്കെ വരുമ്പോഴാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ നമ്മൾ ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കും എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട്, അങ്ങനെയാണ് ചോദ്യം വരിക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ 0.0023005 എന്ന് നോക്കുകയാണ്. ഈ ഒരു നമ്പറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട് എന്നാണ് നമ്മൾ നോക്കണേന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു കാര്യം നോക്കേണ്ടത് ഇതെന്താണ്, നോൺ സീറോ ഡിജിറ്റുകളാണ്. നോൺ സീറോ ഡിജിറ്റുകളെല്ലാം ഒന്നാമത്തെ കാര്യമാണത് നോൺ സീറോ ഡിജിറ്റ്. സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്, അപ്പോൾ കൂടുതൽ ക്ലിയർ ആകുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നോൺ സീറോ ഡിജിറ്റുകൾ 2, 3, 5 അല്ലേ, നോൺ സീറോ ഡിജിറ്റുകളാണ്. അപ്പോൾ അവരെന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. അതാണ് ഒന്നാമത്തെ. ഇനി രണ്ടാമത്തെ, നോൺ സീറോ ഡിജിറ്റുകൾ 3ഉം 5ഉം അതിൻ്റെ ഇടയിൽ ഒരു സീറോ ഡിജിറ്റ് വന്നു വിചാരിക്കുക. ഓക്കെ, ഇത് ഇവിടെ തന്നെ. അങ്ങനെയാണെങ്കിൽ അതും എന്താണ്, സീറോയും എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, അതാണ് രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയിന്റുകൾ വന്നു അല്ലേ. അപ്പോൾ ഈ പോയിന്റിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലുമായിട്ട് കുറേ സീറോസ് ഉണ്ട്. ഇതൊന്നും തന്നെ എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഇതൊന്നും എന്തല്ല, സിഗ്നിഫിക്കൻ്റ് അല്ല. ഇതും 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 ഈ നാലെണ്ണം എന്താണ്, സിഗ്നിഫിക്കൻ്റ് ആണ്. മനസ്സിലായോ? ഇപ്പോൾ 500 ആണെന്ന് വിചാരിക്കുക. ഇതിൽ 5 നോൺ സീറോ ഡിജിറ്റ് ആണ്, അതുകൊണ്ട് എന്താണ്, അത് സിഗ്നിഫിക്കൻ്റ് ആണ്. ബട്ട് ഇതിനെ ട്രെയിലിംഗ് സീറോസ് എന്ന് പറയും. ഓക്കെ, പക്ഷേ ട്രെയിലിംഗ് സീറോസ് എന്തല്ല, ഇവിടെ സിഗ്നിഫിക്കൻ്റ് അല്ല. മനസ്സിലാവുണ്ടോ? ഇപ്പോൾ 1000 ആണെന്ന് വിചാരിക്കുക. ഇതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ആകെപ്പാടെ 1 മാത്രമേ വരുള്ളൂ. അപ്പം നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എത്ര വരും, 1 വരും. മനസ്സിലായോ? ഇവിടെ നമുക്കൊരു പോയിന്റ് ഉണ്ടായിരുന്നു വിചാരിക്കുക, 101.01 അങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിൽ എന്തു വരണം, യെസ്, നമ്മൾ ട്രെയിലിംഗ് സീറോസിനെ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ പോയിന്റ് വരുന്ന കേസിൽ ട്രെയിലിംഗ് സീറോസിനെ കൺസിഡർ ചെയ്യണം. അല്ലാതെ വെറുതെ ഒരു നമ്പർ ആണെങ്കിൽ അതിൽ ട്രെയിലിംഗ് സീറോസിനെ നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഇത്രയും റൂൾസാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ കേസിൽ വരുന്നത്. അപ്പോൾ അതൊന്ന് ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.